Good morning everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂൾസ് ഓഫ് അനാലിസിസിലെ രണ്ടാമത്തെ ടൂളാണ്, ദാറ്റ് ഈസ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഫസ്റ്റ് ടൂളായിട്ട് ഡിസ്കസ് ചെയ്ത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത എന്തായിരുന്നു? കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർസ് ദി ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ് ഓർ 2 years, 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റംസ് കമ്പയർ ചെയ്ത് അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അണ്ടർ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ദി ടോട്ടൽ ഈസ് ടേക്കൺ ആസ് 100. ടോട്ടലിനെ 100% ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ദെൻ ഈച്ച് കോമ്പണൻറ്റ് ഫിഗേഴ്സ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ. എന്നിട്ട് ഈ ഓരോ ഫിഗേഴ്സും ഈ ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് income statement and common size balance sheet. ഇത് രണ്ടും നമ്മൾ കമ്പാരിറ്റീവ് പോലെ തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഈസിയാണ് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതിൽ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നെറ്റ് സെയിൽസ് ആണ് 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നെറ്റ് സെയിൽസ് ഈസ് ട്രീറ്റഡ് ആസ് 100. ദെൻ ഈച്ച് കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഫിഗേഴ്സാണ് വരുന്നത് അല്ലേ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകുമ്പോൾ ഏതൊക്കെ ഫിഗേഴ്സാണ് വരുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരാറുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് വരുന്നുണ്ട്, നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ഈ ഓരോ ഐറ്റത്തെയും ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 50,000 ആണ്. ദെൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുന്നില്ല, 1 ഇയറിലെ ഒരു വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓരോ ഫിഗേഴ്സും ടോട്ടലുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് സെയിൽസ് 100% ആയിട്ടാണ്. ഇപ്പോൾ പ്രോഫിറ്റ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മളവിടെ ടോട്ടലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നെറ്റ് സെയിൽസിനെയാണ്. നെറ്റ് സെയിൽസിനെയാണ് 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 50,000 ആണെങ്കിൽ അത് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്തത്, കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പോൾ 50,000 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നെറ്റ് സെയിൽസ് 5 lakh ആണെങ്കിൽ 50,000 ബൈ 5 lakh ഇൻറ്റു 100. അങ്ങനെ ഓരോ ഐറ്റത്തെയും എന്ത് ചെയ്യുന്നു, 5 lakh കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നു, പെർസെൻറ്റേജ് കാണുന്നു. അതാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ, ഇവിടെയും എന്താണ്, ടോട്ടൽ ഈസ് ടേക്കൺ ആസ് 100 എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ അസറ്റ് സൈഡും ഉണ്ടായിരിക്കും, ലാബിലിറ്റി സൈഡും ഉണ്ടായിരിക്കും. ഈ അസറ്റ്സും ലാബിലിറ്റീസും നമുക്കറിയാം രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കറണ്ട് അസറ്റ് 20,000 ആണ്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ അതല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് എത്രയാണ്, 10 lakh ആണെങ്കിൽ 20,000 ബൈ 10 lakh ഇൻറ്റു 100, അതായത് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലാബിലിറ്റീസ് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ 2 lakhs, ടോട്ടൽ 10 lakh തന്നെ. അപ്പോൾ 2 lakh ബൈ 10 lakhs ഇൻറ്റു 100. ഇങ്ങനെ ഓരോ ഐറ്റവും ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ കോമൺ സൈസ് അണ്ടർ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ദി ടോട്ടൽ ഈസ് ടേക്കൺ ആസ് 100. ടോട്ടലിനെയാണ് നമ്മൾ 100 ആയിട്ട് എടുക്കുന്നത്. അതായത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നെറ്റ് സെയിൽസ് ആണ് നമ്മൾ 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ അസറ്റോ ടോട്ടൽ ലാബിലിറ്റിയോ അതിനെന്ത് ചെയ്യുന്നു, 100 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ ഐറ്റത്തെയും
അതിൻ്റെ എന്താണ് ആ ടോട്ടൽ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു പെർസെൻറ്റേജ് കാണുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പാരിസൺ അല്ല വരുന്നത്, ഒരൊറ്റ വർഷത്തെ ഫിഗേഴ്സ് ടോട്ടലുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 കോളേ വരുന്നുള്ളൂ. ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റോ തന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് കാണിക്കുന്നു, ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്ന് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോളോയിങ് ഈസ് ദി സമ്മറൈസ്ഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് RPL ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2012. പ്രിപ്പയർ എ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നെറ്റ് സെയിൽസ് 4 lakhs, ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് 2,40,000, gross profit 1,60,000, less operating expenses, salaries 20,000, office expenses 30,000, depreciation 10,000, selling expenses 20,000, total operating expenses 80,000. 1,60,000 നിന്ന് 80,000 ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 80,000 എന്ത് കിട്ടും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ദെൻ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആണ് 6,000. 6,000 ആഡ് ചെയ്തപ്പോൾ 86,000. ദെൻ അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 26,000 ലെസ് ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടി 60,000. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് RPL ലിമിറ്റഡിൻ്റെ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ അത് ഒരു അറേഞ്ച് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണോ ഏത് ഫോർമാറ്റിലാണോ ചെയ്യുന്നത് ആ ഫോർമാറ്റിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അത് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാലറീസ്, ഓഫീസ് എക്സ്പെൻസസ് അതെല്ലാം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിന് കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യാനുണ്ട്, അതായത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഉണ്ട്. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യാനുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ എന്ത് കിട്ടുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് ആ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒരു ഫോർമാറ്റിലേക്ക് ചെയ്യാനില്ല, സെയിം ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ അത് വർക്കൗട്ട് ചെയ്യുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് പെർസെൻറ്റേജ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്, ടോട്ടൽ ഈസ് ടേക്കൺ ആസ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് നെറ്റ് സെയിൽസ് ഈസ് ടേക്കൺ ആസ് 100. നെറ്റ് സെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത് 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഫസ്റ്റ് ആയിട്ട് എന്ത് തന്നെയാണ് നെറ്റ് സെയിൽസ് തന്നെയാണ്. നെറ്റ് സെയിൽസ് എമൗണ്ട് എത്രയാണ്, എമൗണ്ട് എന്നുള്ളത് 31st March 2012 ആണ്. നെറ്റ് സെയിൽസ് തന്നിട്ടുള്ള എമൗണ്ട് 4 lakh ആണ്. 4 lakh എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു, നെറ്റ് സെയിൽസിനെ 100 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ്, നെറ്റ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്ര തന്നെയാണ് 100 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് സെയിം ഫോർമാറ്റിൽ പോവാം, ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എമൗണ്ട് 2,40,000 ആണ്. 2,40,000 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. അതായത് ഈ 2,40,000 ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുന്നത്. ഇവിടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതാണ്, നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 ആണ് വരിക. അതായത് 2,40,000 ഡിവൈഡഡ് ബൈ 4 lakh അതാണ് നെറ്റ് സെയിൽസ്. ഓരോ ഐറ്റത്തെയും നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടും, 60%. ദെൻ നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഐറ്റമാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് അപ്പോൾ എത്ര ഉണ്ടായിരിക്കും, 1,60,000. ഇവിടെയും എന്ത് ചെയ്യണം, നമ്മൾ പെർസെൻറ്റേജ് കാണണം. അതായത് 1,60,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് 4 lakh ആണ്. അപ്പോൾ 1,60,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്, 40%. ദെൻ നെക്സ്റ്റ് എന്താണ്, ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഐറ്റംസ് നമുക്ക്
3-4 ഐറ്റംസ് തന്നിട്ടുണ്ട്. അതായത് സാലറീസ് ഉണ്ട്, ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. സാലറി ഓരോ ഐറ്റവും ഇതുപോലെ നമുക്ക് പെർസെൻറ്റേജ് കാണാം. സാലറി 20,000 ആണ്. സാലറി 20,000 ആണെങ്കിൽ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100, ദാറ്റ് ഈസ് 5% ആണ്. 5%. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസസ് വരുന്നത് എത്രയാണ്? 30,000 ആണ്. അപ്പോൾ 30,000 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 7.5. എങ്ങനെയാണ്? 30,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100. ഇവിടെ പ്രത്യേകിച്ച് ഒരു ലോജിക്കോ റൂളോ ഒന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഇത് ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 7.5. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് 10,000 ആണ്. 10,000 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാണ് വരിക? 2.5. ദാറ്റ് ഈസ് 10,000 ബൈ 4 lakh ഇൻറ്റു 100. ദെൻ നെക്സ്റ്റ് ഐറ്റം സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ് 20,000 ആണ്. 20,000 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 5%. 5% ആണ്. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇതെല്ലാം കൂടിയാൽ എന്താണ്? ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ദാറ്റ് ഈസ് 80,000. ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇതിൻ്റെയും പെർസെൻറ്റേജ് കാണാം. ദാറ്റ് ഈസ് 80,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 20% ആണ് വരുന്നത്. 20%. ദെൻ ദ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ടോട്ടൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതായത് 1,60,000 നിന്ന് 80,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 80,000 ആണ്. എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് തന്നെയാണ്? 20%. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 80,000 ബൈ 4 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 20% ആണ്. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യണം. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് എമൗണ്ട് എത്രയാണ്? 6,000. 6,000 എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും പെർസെൻറ്റേജ് കാണാം. 6,000 ബൈ 4 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാണ്? 1.5%. ദെൻ എന്ത് ചെയ്യണം? ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ ഉള്ളത് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് 20. ഇത് നമ്മൾ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്താൽ 86,000 കിട്ടും. ഇനി ഇതൊന്ന് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എത്രയാണ്? 26,000 ആണ്. 26,000 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 60,000 കിട്ടും. ഈ 60,000 ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. 60,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെയും എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് കാണാം. ഇവിടെ നമ്മൾ ഇതിൻ്റെയും പെർസെൻറ്റേജ് കാണാം. 26,000 ബൈ 4 lakh എന്ന് പറയുമ്പോൾ 6.5 ആണ്. ഇവിടെയും ഈ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് 86,000 ബൈ 4 lakh എന്ന് പറയുമ്പോൾ 21.5% ആണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് 60 ബൈ 4 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 15% ആണ്. നെറ്റ് പ്രോഫിറ്റ് 15%. അപ്പോൾ ഈ കോമൺ സൈസ്
ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നെറ്റ് സെയിൽസ്, അതായത് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസിനെ 100 ആയിട്ട് എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ഐറ്റവും ഈ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് എന്ത് ചെയ്യാണ്? കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് സെയിം ഫോർമാറ്റിൽ തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ആ സെയിം ഫോർമാറ്റിൽ നമ്മൾ എല്ലാ ഐറ്റംസും എടുത്ത് എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് നെറ്റ് സെയിൽസ് 4 lakh ആണ്. അപ്പോൾ 4 lakh എന്ന് പറയുമ്പോൾ അത് 100%. ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ് 2,40,000. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടു. എങ്ങനെ? 2,40/4 lakh × 100. ഇങ്ങനെ ഓരോ ഐറ്റം എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് കാണുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് 15% ആണ്. ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1 ഇയറിലെ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും അതിൻ്റെ ടോട്ടൽ ഓരോ ഐറ്റവും ഈ ടോട്ടലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നതാണത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ സെക്കൻഡ് വൺ ആണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ലൈക്ക് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, under common size balance sheet, the total of the statement, that is total liabilities or total asset, is taken as 100 and each item in the balance sheet, that is capital, reserves, current assets, etc. These items are related to this total and expressed as its percentage. അതായത് ബാലൻസ് ഷീറ്റിലെ അസറ്റോ ലാബിലിറ്റിയോ ആണ് നമ്മളിവിടെ ടോട്ടൽ അസറ്റിനെയോ ടോട്ടൽ ലാബിലിറ്റിയെയോ ആണ് നമ്മൾ 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ഐറ്റവും, അതായത് ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ ലാബിലിറ്റീസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, ഡിബഞ്ചേഴ്സ് ടോട്ടൽ ലാബിലിറ്റീസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, അങ്ങനെ ഓരോ ഐറ്റവും ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നതാണിത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. സോ അണ്ടർ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് the total of the statement, that is total asset or total liabilities, is considered as 100. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. From the following balance sheet of Capir Limited for the year ended 31st March 2012, prepare a common size balance sheet. Balance sheet ആണ്. Liabilities വന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 50,000, 8% ഡിബഞ്ചേഴ്സ് 20,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 12,000, ക്രെഡിറ്റേഴ്സ് 8,000, പ്രൊപ്പോസ് ഡിവിഡൻഡ് 6,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 4,000. ബാലൻസ് ഷീറ്റ് liabilities ആയി ടോട്ടൽ 1 lakh. Then assets goodwill 10,000, plant and machinery 40,000, stock 15,000, debtors 20,000, cash at bank 9,000, cash in hand 6,000, total 1 lakh. അപ്പോൾ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബാലൻസ് ഷീറ്റ് ഓഫ് KPR ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റായിരുന്നു. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് തന്നിട്ടുണ്ട്, ലാബിലിറ്റീസ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ആ ബാലൻസ് ഷീറ്റ് അതേപടി അങ്ങോട്ട് എഴുതുക. ഒരു എമൗണ്ട് കോളം കൊടുക്കുന്നു, ഒരു പെർസെൻറ്റേജ് കോളം, ദെൻ അസറ്റ്സ് എഴുതുന്നു, എമൗണ്ട് എഴുതുന്നു, പെർസെൻറ്റേജ് കോളം. ഇനി ഇത് നിങ്ങൾക്ക് ഈ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതാം. ആദ്യം ലാബിലിറ്റീസ് എഴുതുക, ദെൻ അതിന് ശേഷം അസറ്റ്സ് അതിൻ്റെ താഴെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മോഡലിലും വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് ലാബിലിറ്റീസ് നോക്കാം. ലാബിലിറ്റീസിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 50,000 ആണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? 50,000 എന്ന് പറയുമ്പോൾ അത് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അതായത് ബാലൻസ് ഷീറ്റ് ടോട്ടൽ എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അതാണ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർസെൻറ്റേജ് കാണുന്നു. ദാറ്റ് ഈസ് 50%. നെക്സ്റ്റ് ഐറ്റം 8% ഡിബഞ്ചേഴ്സ്. 8% ഡിബഞ്ചേഴ്സ് വരുന്നത് 20,000 എന്ന് പറയുമ്പോൾ അത് എത്ര ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ദാറ്റ് ഈസ് 20,000 ബൈ 1 lakh എന്ന് പറയുമ്പോൾ 20%. ദെൻ നെക്സ്റ്റ് ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 12,000 ആണ് എന്ന് പറയുമ്പോൾ ടോട്ടലിൻ്റെ 12%. ദാറ്റ് ഈസ് 12,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. ദെൻ നെക്സ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എമൗണ്ട് എത്രയാണ്?
8,000 ആണ്. 8,000 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 8%. ദെൻ നെക്സ്റ്റ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എമൗണ്ട് എത്രയാണ്? 6,000 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 6%. ദെൻ നെക്സ്റ്റ് ഐറ്റം പ്രൊവിഷൻ ഫോർ ടാക്സ്. പ്രൊവിഷൻ ഫോർ ടാക്സ് 4,000 ആണ്. 4,000 എന്ന് പറയുമ്പോൾ 4% ആണ്. ദെൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ എത്രയാണ്? 1 lakh. 1 lakh എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാ? 100. നമ്മൾ പറഞ്ഞു എന്താണ്? ടോട്ടലിനെ 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അതായത് ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ആയിട്ട് എടുക്കുന്നു. വേറെ പ്രത്യേകിച്ച് നമ്മുടേതായുള്ള പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനും ചെയ്തിട്ടില്ല. ഓരോ ഐറ്റത്തെയും ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് അസെറ്റ്സ്. നിങ്ങൾക്കിതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്? 2 കോളം മതി. ആകെ 2 കോളം മതി. ലാബിലിറ്റീസ് എഴുതുന്നു. ലാബിലിറ്റീസ് ഇതുപോലെ എല്ലാം എഴുതി കഴിഞ്ഞ് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ഇതിന് താഴെ അസെറ്റ്സ് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അസെറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഐറ്റം ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ 10,000 ആണ്. 10,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ അസെറ്റ്സ് എത്രയാണ്? 1 lakh. ടോട്ടൽ അസെറ്റ് ആണെങ്കിലും ലാബിലിറ്റി ആണെങ്കിലും 1 lakh എന്ന് പറയുമ്പോൾ 10%. ദെൻ നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 40,000 ആണ്. 40,000 എന്ന് പറയുമ്പോൾ 40%. ദെൻ നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്കാണ്. സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. 15,000 എന്ന് പറയുമ്പോൾ 15%. അല്ലേ? ദെൻ നെക്സ്റ്റ് ഐറ്റം ഡക്റ്റേഴ്സ് ആണ്. ഡക്റ്റേഴ്സ് 20,000 ആണ്. 20,000 എന്ന് പറയുമ്പോൾ 20%. ദാറ്റ് ഈസ് 20,000 ബൈ 1 lakh ഇൻറ്റു 100. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് 9,000 ആണ്. 9,000 എന്ന് പറയുമ്പോൾ 9%. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് 6,000 ആണ്. 6,000 എന്ന് പറയുമ്പോൾ 6%. ദെൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 1 lakh. 1 lakh എന്ന് പറയുമ്പോൾ 100%. ഇപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും സോ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റത്തെയും ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് 2 ടൈപ്സ് ആണ്. ഒന്ന് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് എന്താണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ടോട്ടൽ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ നെറ്റ് സെയിൽസ് ആണ് ടോട്ടലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഐറ്റത്തെയും നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ എന്താണ്? ടോട്ടൽ കൊണ്ട് ടോട്ടൽ അസെറ്റ്സോ ലാബിലിറ്റിയോ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് കുറച്ച് സൗണ്ട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ കോളേജിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരാം. ക്വസ്റ്റ്യൻ ഏതായാലും ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കൂടി ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. പിന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ കോളേജിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ.